1 കോടി അക്കൗണ്ടിൽ വന്നില്ലേ? ഓ 1 കോടി വന്നു. ആഹാ, കൺഗ്രാറ്റുലേഷൻ പറയാൻ വിളിച്ചതാണ്. താങ്ക് യു. നമ്മള് ടാക്സ് കഴിഞ്ഞിട്ട് 98 ലക്ഷം രൂപ. അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ 1 കോടി രൂപ കിട്ടുമെന്നുള്ളത്? അല്ല 1 കോടി അല്ലല്ലോ അല്ലേ? മുമ്പ് വേറെ സംഖ്യകളൊക്കെ കിട്ടിയിട്ടില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാറേ. ഞാൻ ഫിജിക്കാർഡ് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ അതിന്റെ ആ പ്ലാനില് ഒരു സൈഡില് സാറിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ട സമയത്ത് സാറല്ല ബോച്ചെ നിങ്ങൾ എന്റെ സ്റ്റാഫ് അല്ലല്ലോ സാറിന് വിളിക്കാൻ, ബിസിനസ് പാർട്ട്ണർ അല്ലേ. അന്നെടുത്തൊരു തീരുമാനമാണ് ഫിജിക്കാർട്ടിൽ വരണമെന്നും ഈ 1 കോടി അച്ചീവ് ചെയ്യണമെന്നും അന്നെടുത്ത തീരുമാനമാണ്. ഞാൻ എന്താ പറയാ ആ റാങ്കിലേക്ക് എത്തി. ഇപ്പൊ കഴിഞ്ഞ 1 വർഷം മുന്നേ 50 ലക്ഷം രൂപ ബോച്ചേന്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും 1 കോടിന്റെ ചെക്ക് ബോച്ചേന്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നല്ല എന്റെ വരുമാനം, മൊത്തം ഏകദേശം 4 കോടിയിലധികം 5 കോടിന്റെ അടുത്ത് വരുമാനം എനിക്ക് വാങ്ങാൻ പറ്റി. താങ്ക് യു ബോച്ചെ, താങ്ക് യു. അല്ലല്ല, ഇത് നിങ്ങള് എന്നോട് താങ്ക് യു പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ ഒരു ഫോളോ അപ്പ് സക്സസ്, എന്റെ പഞ്ചലൈൻ ഉണ്ടല്ലോ, ഡു ഫോളോ അപ്പ് അണ്ടിൽ യു അച്ചീവ് ഓർ അണ്ടിൽ യു ഡൈ. ഒന്നില്ലെങ്കിൽ നേടുന്നത് വരെ അല്ലെങ്കിൽ ചാവുന്നത് വരെ, അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങള് അത് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി. എനിക്ക് ഇതേപോലെ ഡെയിലി 30,000 ഒരു രണ്ട് വർഷത്തിലധികം ഡെയിലി 30,000 വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫിജിക്കാർഡിന് ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു നേട്ടമാണ്. അധികം പറയണ്ട, അടുത്തുള്ളവരൊക്കെ കട വാങ്ങാൻ വരും, ഇതുവരെ ഇല്ലാത്ത ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരും. ഒന്നാമത് ഇതില് ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്നെ അവഗണിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഒരു 5-8 മാസം മുന്നേ തന്നെ എന്റെ അപ്ലൈനായിട്ട് വന്നിട്ടുള്ള കുറെ ആളുകളുണ്ട്. പേരൊന്നും ഞാൻ എടുത്ത് പറയണില്ല. കുറെ ആളുകൾ ഇത് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ അതുപോലെ തന്നെ വോയിസുകളും. അതിനൊരു കാര്യം ചെയ്താൽ മതി, അങ്ങനെ ഒരു ദുഷ്പഠിക്കുമ്പോഴേ അങ്ങനെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ 1 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തരാന്ന് അങ്ങോട്ട് പറ ധൈര്യമായിട്ട്. സത്യസന്ധമായിട്ട് കിട്ടാനുള്ളത്. ചിലര് ചാടാൻ വേണ്ടിയിട്ടും ഒപ്പിക്കലും കളവും പല പല സംഭവങ്ങൾ ചെയ്തിട്ട് അവസാനം ഉണ്ട്. അങ്ങനെ ഒന്നാള് പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവിടെ ചെന്നു ഇവിടെ ചെന്നു, അവസാനം രേഖകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ആള് കള്ളനാണ്, കിട്ടാനില്ല, ഒപ്പിക്കൽസും പരിപാടികളൊക്കെയാണ്, പിടിക്കപ്പെട്ടു. ഓഫീസിലൊക്കെ വന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അങ്ങനത്തെ തരികടയല്ല പറഞ്ഞ്, പണിയെടുത്ത് രേഖാമൂലം സോഫ്റ്റ്വെയർ പ്രകാരം കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയും, എന്റെ 1 കോടി നിങ്ങൾക്ക് തരാന്ന് പറയാം, ധൈര്യമായിട്ട് പറഞ്ഞൂടെ ചങ്കുറ്റത്തില്. പിന്നെ ഒരു കാര്യം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു തന്നാ മതിയോ? കാരണം ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യണ്ടേ, നമുക്ക് ഡെവലപ്മെന്റ് നടത്തണ്ടേ? ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ? ഞാന് അമേരിക്കയിൽ നമ്മുടെ ജ്വല്ലറി ഷോപ്പിന്റെ അടുത്ത് ഒരു സായിപ്പിനെ പരിചയമുണ്ട്. അപ്പൊ കാണുമ്പോ പറയാ ആള്, എനിക്ക് കേരളത്തിൽ വരണം, ഞാൻ കേരളത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗോഡ്സ് ഓൺ കൺട്രി ഒക്കെയാണ്, ബട്ട് വിത്ത് ഡെവിൾസ്. എല്ലാവരും അല്ല, നല്ലവരും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ മലയാളികളിൽ ചിലവർക്കൊക്കെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ദുഷ്പഠിക്കും. അത് മനുഷ്യന്റെ ഒരു അസൂയക്കും മരുന്നില്ല എന്നുള്ളത്, കഷണ്ടിക്കും മരുന്നില്ല. പക്ഷെ മുടി വളരാൻ ബോച്ചെ ഹെയർ ഓയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ കഷണ്ടിക്ക് മരുന്നുണ്ടാക്കാൻ നമുക്ക്, പക്ഷെ അസൂയക്ക് മരുന്നില്ല. സ്വപ്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വപ്ന ഈ ഫിജിക്കാർട്ടിൽ വരുന്നതിന് മുമ്പുള്ള ലുക്കും ഇപ്പോഴത്തെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഗ്ലാമർ കൂടിയുണ്ട്. ഗ്ലാമറും കാറ്, വീട്, സൗകര്യങ്ങളും ഒക്കെ കൂടെ വരുമ്പോ ഭർത്താവിനെ മറക്കണ്ട, വേറെ കല്യാണം ഒന്നും കഴിക്കല്ലേ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഈ ഒരു വിജയം എന്ന് പറയാ, ഒരു 4 കോടി 5 കോടി എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം എന്റെ വിദ്യാഭ്യാസം വെച്ചിട്ടാണ് ഞാൻ പറയണത്. എത്ര വിദ്യാഭ്യാസം? 8ാം ക്ലാസ്സും ഗുസ്തിയാണോ? ഓക്കെ ഓക്കെ. അല്ല, ആ ഗുസ്തിയില് എനിക്ക് ഇത്രയും എന്താ പറയാ ഒരു 5 കോടിയുടെ അടുത്തെന്നെല്ലാം പറയുന്നത് ഒരു ചില്ലറ വരുമാനമല്ലല്ലോ. അല്ല, 5 കോടിയാലും വില എന്താണെന്നറിയോ? 5 കോടിയല്ല, 50 കോടിയൊക്കെ ഉണ്ടാക്കാം. അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു അഭിമാനം, നിങ്ങളോട് ഒരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് വെച്ചാല്, 8ാം ക്ലാസ് പഠിച്ച നിങ്ങൾ എത്രയോ ഡിഗ്രി ഉള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ ക്ലാസ് കൊടുത്ത് അവരെ പഠിപ്പിച്ച് ബിസിനസ് പഠിപ്പിച്ച്
അവര് എത്രയോ ആയിരക്കണക്കിന് പേര് കുടുംബം നടത്തുന്നുണ്ട്. അപ്പോൾ ലക്ഷങ്ങൾ ലഭിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വളർത്തിയെടുത്തല്ലോ. അതൊരു പെണ്ണ് 8ാം ക്ലാസ് പഠിച്ച, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരു സ്ത്രീകൾക്ക് ഒരു യു ആർ ദ റിയൽ റോൾ മോഡലാണ് ആ കാര്യത്തിൽ. അതിൽ എനിക്കൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് അതിൽ എനിക്ക് ഞാൻ വിളിക്കുമ്പോ. എത്ര പേരായി ഇപ്പൊ നിങ്ങളുടെ അണ്ടറിൽ? എത്ര പേരുണ്ട് നിങ്ങളുടെ? ഏകദേശം ഇപ്പൊ എനിക്ക് ഒരു 10,000-ഓളം. ഓ മൈ ഗോഡ്, 10,000-ഓളം പേര്. ഇങ്ങനെ പോയ അടുത്ത ഇലക്ഷന് വെക്കാലോ വേണമെങ്കിൽ. എന്റെ 51 ലക്ഷം ഫോളോവേഴ്സിന് കുറച്ചും കൂടെ നിങ്ങൾക്ക് തരാൻ പറയാം ഞാൻ വേണമെങ്കിൽ. പക്ഷെ നിങ്ങള് എല്ലാം മന്ത്രിയൊക്കെ ആയി പോയാ ഇത് വിട്ടുപോയില്ലേ? അയ്യോ വേണ്ട, നമുക്ക് ഇത് തന്നെ മതി. ഒരു ബിസിനസ് ഇതായിട്ട് ഒരിക്കലില്ല. അത് ഏത് കാലാണോ എന്റെ മരണം ആ സമയത്ത് മാത്രമേ അവിടെ ഞാൻ നിർത്തി പോകുള്ളൂ. ഒരിക്കലും എന്താ പറയാ, ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന ആളുകൾ അച്ചീവ് ചെയ്യിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ കമ്പനി ഒന്നാമത് എത്തണം എന്നുള്ള ഒരു വാശി ഇപ്പൊ ഞാൻ ഒറ്റക്കെടുത്തത് കൊണ്ട് കാര്യമില്ല. എന്നാൽ കൂടിയും എനിക്ക് അതൊരു വാശിയാണ്. അതങ്ങനെ നടത്തണം എന്നുള്ളത് ഉണ്ട്. ചിലപ്പം എന്താ പറയാ, എന്റെ ടീമും അല്ലെങ്കിൽ എല്ലാരും കൂടി ഒത്തുചേർന്നാൽ ചിലപ്പോ അത് ഇതിനെക്കാട്ടി വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്വപ്നയ്ക്ക് 1 കോടി കിട്ടി, ഹോം ഫണ്ട് കിട്ടി, കാർ ഫണ്ട് കിട്ടി, അങ്ങനെ കോടികൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് വെറുതെ ഇവിടെ വന്ന് ഒരു മാസം ചുറ്റിക്കറങ്ങി എന്തേലും കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി കഴിഞ്ഞാൽ സ്വപ്നേരെ പോലെ കോടികൾ കിട്ടുമെന്ന് വെച്ചിട്ട് ആരും വരണ്ട. അങ്ങനെ ഏത് ലീഡേഴ്സും മോഹന വാഗ്ദാനങ്ങൾ വെറുതെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഒരു കാര്യം, സ്വപ്നയെ പോലെ സ്വപ്നം കാണാനും അത് നേടുന്നത് വരെ, വിജയിക്കുന്നത് വരെ നല്ല 100% കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ 99 അല്ല 100% ഫോളോ അപ്പ് ചെയ്യാൻ ഉള്ള മനക്കരുത്തുള്ളവർ, ബിസിനസ് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി പിടിച്ചു നിൽക്കാൻ. അല്ലാതെ ഓടി വന്ന് 1-2 മാസം കഴിയുമ്പോൾ സ്വപ്നയ്ക്ക് 4 കോടി കിട്ടി, മറ്റേ കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോഴേക്ക് ഓപ്പോസിറ്റ് പാർട്ടി ഏതെങ്കിലും ശത്രുക്കൾ, ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ട് കിട്ടിയില്ല അല്ലെ, എന്നാ പിടിച്ചോ, മൈക്ക് റെഡി, ഫോൺ റെഡി, കുറച്ച് ദുഷ്പടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോന്നോ അല്ല, അതൊക്കെ നടന്നോട്ടെ, നമുക്ക് പരസ്യമാണ് എന്നെ സംബന്ധിച്ചൊന്നും. പക്ഷേ എനിക്ക് ഏറ്റവും ഗുണം എന്താണെന്നറിയാം, എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ വലുതാവുകയാണ്. അപ്പൊ അത് എനിക്ക് പരസ്യമായിട്ട് കിട്ടുക. പിന്നെ ജനങ്ങൾക്ക് അറിയാലോ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ താല്പര്യമില്ലാത്തവർ വെറുതെ ഇവിടെ വന്ന് നേരം കളയണ്ട. കാരണം ഓരോ മാസം ഓരോ കമ്പനി ചാടി നടക്കുന്നവരുണ്ട്. ഈ മാസം ഈ കമ്പനി, ഇവിടെ ഒന്നും കിട്ടില്ലെങ്കിൽ അടുത്ത മാസം അടുത്ത കമ്പനി, ഒന്നും വെറുതെ കിട്ടില്ല. പക്ഷെ അധ്വാനിച്ച് ഫോളോ അപ്പ് ചെയ്ത് നിന്നാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ സ്വപ്നയെ പോലെ പിന്നെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മീറ്റിംഗ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്താൽ ദ ടീം വിൽ ഫോളോ ദാറ്റ്. കാണാൻ നമ്മൾ ഒരു 1.5 വർഷം കൊണ്ട് വീണ്ടും ഇതുപോലെ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരുപാട് ലേഡീസിനെയും ജെന്റ്സിനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലും ഓട്ടത്തിലുമാണ്. ആ ഒരു വാക്ക് താർത്തിരുന്നു. ഓക്കെ, ഇപ്പൊ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ, വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ കേട്ടോ. ഇപ്പൊ നാഷണലിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിലേക്ക് കുതിച്ചിട്ട് നാളെ 5 കോടിയും 10 കോടിയൊക്കെ വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആയിക്കോട്ടെ, എല്ലാം നന്നായി വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ കോൺകർ ദി വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. Okay, thank you.